ഇന്നാണ് കേട്ടോ കല്യാണത്തലേന്ന് പോയ വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഇന്നിപ്പോൾ കല്യാണമാണ്. അപ്പോൾ നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വെറൈറ്റി ആവട്ടെ, സെറ്റ് സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓണക്കാലമാണല്ലോ, അപ്പോൾ പിന്നെ സെറ്റ് സാരി തന്നെ മതി എന്ന് വിചാരിച്ചു. സെറ്റ് സാരിയുടെ തലയെല്ലാം പിൻ ചെയ്ത് നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി മുന്നേ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഒന്ന് വെച്ച് നോക്കാൻ കേട്ടോ, ഭംഗിയുണ്ട് വന്ന്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോൾ ചേട്ടൻ പുറത്ത് പോയി വന്നതാണ്. അപ്പോൾ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ട് എന്തായാലും സെറ്റ് സാരിയിൽ കൊടുക്കണത്. അപ്പം മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് പൊക്കമൊന്നും വന്നോന്നും പറഞ്ഞ് ആൾ മുല്ലപ്പൂ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഒട്ടുക്കത്തെ വരെയാണ് കേട്ടോ മുല്ലപ്പൂവിന്. അത് കഴിഞ്ഞതേ പിന്നെ സാരിയെല്ലാം മാറി. ചേട്ടൻ്റെ മാറലെല്ലാം കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു, ചേട്ടൻ റെഡിയായി. ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനായിട്ട് ഇത്തിരി നേരം വേണമല്ലോ. അങ്ങനെ ഇപ്പോൾ ഇതേ ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നല്ല കേട്ടോ, ഞാൻ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, നമ്മുടെ ഫൗണ്ടേഷൻ ക്രീമൊന്ന് പുരട്ടി, പിന്നെ നമ്മുടെ എന്താ പറയുക ഐബ്രോ പെൻസിൽ വെച്ച് ഒന്ന് പൂരികം പതുക്കെ ഒന്ന് വരച്ചു. കണ്ണ് ചെറുതായിട്ടൊന്ന്, ഓവറായിട്ട് ചെയ്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി. പിന്നെ എന്നത്തേം പോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മുടിക്കെട്ട്. മുടിയാണെങ്കിൽ ഒരുപാടുള്ളത് കൊണ്ടേ അത് കെട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഇന്നാട് ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടിയെടുത്തു, ഒന്ന് മെടഞ്ഞ് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചെറിയ സ്ലൈഡ് ഉണ്ട്, അത് വെച്ച് ഒന്ന് കുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മുല്ലപ്പൂ വയ്ക്കണമല്ലോ. അപ്പം നോക്കി ഭംഗിയുണ്ടോ എന്ന് നോക്കി. അപ്പം മുടി കുഴപ്പമില്ല, മുന്നിലേക്ക് ഇടുമ്പോൾ ഭംഗിയുണ്ട്. എന്നാൽ പിന്നെ ഈ സ്ലൈഡ് അങ്ങോട്ട് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചത്. സ്ലൈഡ് കുത്തി കൊടുത്തു. പിന്നെ എത്ര ഉറപ്പിച്ചാലും ഉറക്കാത്തൊരു മുടിയാണ് കേട്ടോ, ഉള്ളില്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സ്ലൈഡൊക്കെ ഊരി പോരാം. അതുകൊണ്ട് രണ്ട് സ്ലൈഡും കൂടി ഒന്ന് കുത്തി കൊടുത്തു. അത് കഴിഞ്ഞത് ലിപ്സ്റ്റിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ റെഡാണ് എടുത്തത്. അപ്പോൾ റെഡ് കനം കുറച്ചിട്ടു. എനിക്ക് എപ്പോൾ ഒന്ന് കയറിയിട്ടാലും ഇത്തിരി കൂടിപ്പോയി എന്നൊരു സംശയമാണ്. അപ്പോൾ കുറച്ച് തുടച്ചുകളയും. അപ്പോൾ അതൊന്ന് തുടച്ച് തുടങ്ങിയപ്പോൾ സെറ്റായി. ഇതേ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പുരട്ടി. അത് കഴിഞ്ഞു കണ്ണൊന്ന് ചെറുതായിട്ട് എഴുതി. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ വയ്ക്കലാണ്. അപ്പം അത് ഒരു ചെറിയൊരു എന്താ പറയുക നെക്ലസ്, ചെറിയൊരു ഇതുണ്ട് വാങ്ങിയിട്ട് 2 കൊല്ലമായിട്ടാണ്. ചെറിയൊരു മാല, ഈ കഴുത്തിൽ നമ്മുടെ കുടുങ്ങി കിടക്കും അതുപോലത്തെ ഒരു ചെറിയ ഒരു മാല, കനം കുറഞ്ഞ ഒരു മാല. അപ്പോൾ അത് എത്ര ഇട്ടിട്ട് അതങ്ങ് ശരിയാവണില്ല. പിന്നെ അവസാനം അത് ഒരുവിധം ഒപ്പിച്ചൊരു പച്ച കല്ലാണ് കേട്ടോ നമ്മ. അപ്പോൾ അത് ഇട്ടു. പിന്നെ ഇത് നമ്മുടെ താലിമാല, അതും ഇട്ടു, സെറ്റായി. അപ്പം നമ്മുടെ ആഭരണങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടാ. പിന്നെ ഇത് മുല്ലപ്പൂ വേറൊന്നും നോക്കിയില്ലേ, അത് ഒരു 4 മടക്കി അങ്ങ് വെച്ച് സ്ലൈഡ് എടുത്തത് കുത്തി കൊടുക്കണം കേട്ടോ. ഈ മുടിയില്ലാത്തതുകൊണ്ട് ഉറച്ചിരിക്കുന്ന കാര്യമാണ് വിഷമം കേട്ടോ. എന്നിട്ട് ഞാൻ അത് ഒന്ന് വെച്ചൊക്കെ കൊടുത്തു. ബാക്ക് ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കുഴപ്പമില്ല. 2 സ്ലൈഡും കൂടി കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഒന്ന് ആടുമ്പോഴേക്കും ഒന്ന് അത് അഴിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറഞ്ഞം കുറച്ച് സ്ലൈഡ് അങ്ങോട്ട് കുത്തിയാൽ കൊടുത്ത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് ബാക്കൊക്കെ ഒന്ന് ഇതേ കുഴപ്പമില്ല അല്ലേ. അങ്ങനെ അത് കുത്തി. അത് കഴിഞ്ഞ് ഈ എന്താ പറയുക മുഖമൊക്കെ ഒന്ന് പൗഡറൊക്കെ ഒന്ന് കുറച്ചിട്ട് വൃത്തിയാക്കി. സാരി ഞാൻ ഉദ്ദേശിച്ച പോലെ വൃത്തിയായിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടാ. അപ്പം അങ്ങനെ അതെ നമ്മൾ സെറ്റായി. മാറലൊക്കെ കഴിഞ്ഞു. ഇത് ചെറിയൊരു ബ്ലാക്ക് കളറിലൊരു ചെറിയ പൊട്ടാണ് കേട്ടോ കുത്തി കൊടുത്തത്. അങ്ങനെ ഇത് അകത്ത് പോയി എന്തോ എടുക്കാനായിട്ടുള്ള ഇതിനാ വയ്യാന്ന് നോക്കിയിട്ട് ആ ചെരുപ്പൊക്കെ കഴുകി തുടച്ച് മുന്നേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹീലുള്ള ചെരുപ്പിടാനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഹീലുള്ള ചെരുപ്പ് ഇടാറില്ല. ഇപ്പം ഇന്ന് എന്തായാലും ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. സാരി കൊടുക്കണതല്ല, അപ്പോൾ ഒന്ന് ഒരു ഉയരമൊക്കെ തോന്നണത് നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ ആ ചെരുപ്പ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അവസാനത്തെ മേക്കപ്പിലേക്കൊക്കെ ഒന്ന് കിടന്ന് എന്താ പറയുക സ്ലൈഡ് എടുത്ത് ഒന്നും കൂടി ഒന്ന് മുല്ലപ്പൂവിനെ ഒന്നും കൂടി സെറ്റാക്കി വെച്ചു കേട്ടോ. മുന്നിലേക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷേ മുന്നിലേക്ക് ഇടാനൊരു മടി. അപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് തന്നെ ഇട്ട് അങ്ങനെ ഇത് എല്ലാം സെറ്റായി. പിന്നെന്താ സ്ലൈഡ് കുത്തി കൊടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് മതിയാവണില്ല ചേട്ടാ. എന്താ വെച്ചാൽ എനിക്ക് ടെൻഷനാണേ. ഈ മുല്ലപ്പൂ ചിലപ്പോൾ ഇതുമെന്ന് ഊർന്ന് പോവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 4 മടക്കി കൊണ്ട് ചിലപ്പോൾ അത് തിരിഞ്ഞിങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക തൂങ്ങി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സ്ലൈഡ് കുത്തി കൊടുക്കണം കേട്ടോ.
അപ്പം നല്ല ഉറച്ച് അങ്ങനെ ഇരുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ സാരിയൊന്നും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഈ പച്ച ജാക്കറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് ഈ സെറ്റ് സാരിക്ക് പച്ചയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞില്ല. അതാ വീണ്ടും ഞാനൊരു സ്ലൈഡും കൂടി എടുത്ത് കുത്താണ് കേട്ടോ. മുല്ലപ്പൂവൊന്ന് പുറത്തേക്ക് മുൻവശത്തു നിന്ന് നോക്കുമ്പോൾ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡ് ഒന്നും കൂടി കുത്തി കൊടുക്കണം. പക്ഷേ അത് മുല്ലപ്പൂ എത്രയായിട്ടും അങ്ങോട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് കാണാനില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലേക്ക് അത് എടുത്തിട്ടാൽ മാത്രമേ ഇനി കാണുള്ളൂ. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മാറലെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി. ഹെൽമെറ്റ് വയ്ക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ വിഷമം. സ്ലൈഡൊന്നും ഇളകി പോകാണ്ട് പതുക്കെ വെച്ച് കൊടുത്തു. പിന്നെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെൽമെറ്റ് വെച്ചതോടുകൂടി ആകെ മുടി കെട്ടിയതൊക്കെ ഒരുമാതിരിയായി. അത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ബ്ലോക്കൊക്കെ കുറച്ചൊക്കെ കിട്ടി, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാളിലെത്തിയിട്ട് ഹാൾ ഇത് തന്നെയാണോ എന്നൊരു സംശയം അവിടെ പോയി ചോദിച്ചുകൊണ്ട് വരാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ അവർക്കാണെങ്കിൽ പേര് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. പിന്നെയാണ് ഫ്രണ്ടിൽ എന്താ പറയുക, ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഫ്ലക്സ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്. അങ്ങനെ ചേട്ടൻ അത് നോക്കാൻ പോയിട്ട് വരാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചെക്കനും പെണ്ണൊന്നും വന്നിട്ടില്ല. നമ്മളാണ് ആദ്യം ചെന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ജയൻ ചേട്ടൻ. അപ്പോൾ ചേട്ടനെ കൊണ്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്ലക്സ് വെച്ചേക്കണു ഹാള്. ഇവിടെ ഇങ്ങനെ ജ്യൂസൊക്കെ കൊടുക്കാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് മുഷിഞ്ഞു. എന്നാൽ ഒരു ജ്യൂസ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് മാംഗോ ജ്യൂസാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ചേട്ടനത് ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞത് ചേട്ടനും കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞത് ഹാളിലേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ നമ്മൾ ഹാളിൽ വന്നിരുന്നു. പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ വീഡിയോ എടുക്കല്. അപ്പോൾ ചേട്ടനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. വീഡിയോ എടുത്ത് കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്, എന്തോ ഒരു സന്തോഷം ഇരുന്നു. ചെറുക്കനും പെണ്ണാണ് കേട്ടോ വരുന്നത്. അവരെ ഞാനൊന്ന് സ്ലോ മോഷനിലാക്കി കൊടുത്തിട്ടാ. അങ്ങനെ ചെറുക്കനും പെണ്ണും വരാണ്. അത് കഴിഞ്ഞത് നമ്മൾ പിന്നെ അധികം താമസിച്ചൊന്നും ചേട്ടൻ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരെ പോയി. വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. ഹാള് നിറയെ ആൾക്കാരായിരുന്നു, നിറച്ച ആൾക്കാരായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് മേടിക്കാണ് കേട്ടോ. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങി. പിന്നെ കഴിക്കുന്നതൊന്നും എടുക്കാനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല, കൈ ഒഴിവുണ്ടായിരുന്നില്ല. പിന്നെ നിറയെ ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ എല്ലാ വക സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. എൻ്റെ പുറകിലാണ് ചേട്ടൻ നിൽക്കണം കേട്ടോ. അങ്ങനെ മേടിക്കുകയാണ്. പൊറോട്ട, പിന്നെ പത്തിരി, പിന്നെന്താ ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണി അപ്പുറത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് വാങ്ങിയത്. ഫ്രൈഡ് റൈസ് വാങ്ങി. എല്ലാം കൂടെ ആ ഒരു പ്ലേറ്റ് രണ്ടാമത് വാങ്ങിയാൽ മതി എന്നത് തോന്നിയില്ല. ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചൊറിയും. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അലർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബീഫ് വാങ്ങിയില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞത് ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടി.